അടിയൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അതിന്റെ മൂവ്മെന്റുകളൊന്നും മാർക്കറ്റിൽ ഉണ്ടായിട്ടില്ല. ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു 579 ലെവല്, പറഞ്ഞ ലെവലിന് മുകളിൽ ചെറിയ മൂവ്മെന്റുകൾ മാത്രം ഉണ്ടാക്കി അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. നാളെ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറഞ്ഞാല് 24,599, 24,639 റേഞ്ചാണ് ഓപ്പണിംഗ് ഉണ്ടാവുക. ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഈ റേഞ്ചിന്റെ ബ്രേക്ക് ഔട്ട് ഉണ്ടാകുന്ന സമയത്ത് ആണ് ട്രെയിലിൽ എൻ്റർ ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസ് വന്നു കഴിഞ്ഞാൽ ട്രെയിലിൽ എൻ്റർ ചെയ്യും. ഇതിന് താഴെ ക്യാൻഡിൽ ക്ലോസ് വന്നു കഴിഞ്ഞാൽ ട്രെയിലിൽ അടുത്ത ടാർഗറ്റ് ലക്ഷ്യമാക്കി കോളർ പുട്ട് വാങ്ങി ഹോൾഡ് ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ ഇതിന്റെ താഴെ വാച്ച് ലെവൽ 24,529, 24,504 ആണ്. മുകളില് 24,723, 24,760. ഈ 4 ലെവലുകളാണ് വാച്ചിങ് ചെയ്തതാണ്. ഇന്നത്തെ ഈ ചെറിയ മൂവ്മെന്റ് ആയതുകൊണ്ട് തന്നെ നാളെ ഒരു ബ്രേക്ക്ഔട്ട് ട്രേഡ് നടക്കുമോ എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സെലക്ട് ചെയ്യേണ്ട പ്രീമിയം സെലക്ട് ചെയ്യേണ്ടത് 24,500 കോളും 24,700 പുട്ട് ഓപ്ഷനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. 24,500 കോൾ ഓപ്ഷൻ ഇന്നത്തെ ലോങ് വെയിറ്റ് ചെയ്തിരിക്കുന്നത് 110, ഹൈ 195 ആണ്. നമ്മൾ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിഫ്റ്റി ബ്രേക്ക്ഔട്ട് തന്നു കഴിഞ്ഞാൽ നമുക്ക് എൻട്രി ചെയ്ത് 175 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോങ്ങിന് ഹോൾഡ് ചെയ്യും. ഇനി തിരിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ആകുന്നെങ്കിൽ 133 താഴെ സ്ട്രൈക്ക് വെയിറ്റ് ചെയ്തിട്ട് 109 എത്തുമ്പോൾ പ്രൈസ് ആക്ഷൻ നോക്കി എൻ്റർ ചെയ്യാവുന്നതാണ്. 109 എത്തുന്ന സമയത്ത് നിഫ്റ്റിയുടെ സപ്പോർട്ട് സോണിൽ എത്തിയിട്ടുണ്ടെന്നോ ഉറപ്പ് വരുന്നതിന് ശേഷം മാത്രം എൻ്റർ ചെയ്യും. ഇനി പുട്ട് ഓപ്ഷനിൽ 24,700 പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യേണ്ടത് 145 ലെവലിന് മുകളിലാണ്. അപ്പം ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ, അല്ലെങ്കിൽ 24,500 താഴോട്ട് 24,600 താഴെ നിഫ്റ്റി ട്രേഡ് ചെയ്യപ്പെടുമ്പോൾ 145 മുകളിൽ ക്യാൻഡിൽ ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ടാർഗറ്റ് 161, 170, 192 ഒക്കെ നമുക്ക് പ്രതീക്ഷിച്ച് ട്രേഡ് എടുക്കാവുന്നതാണ്. ഇതാണ് നാളത്തേക്കുള്ള ട്രേഡ് പ്ലാൻ ഉള്ളത്. ഫോളോ ചെയ്ത് നിങ്ങളുടെ സിസ്റ്റം ചേരുന്നതാണെങ്കിൽ ഫോളോ ചെയ്ത് നോക്കുക. മോർണിംഗ് ട്രേഡ് ആണിത്. അതിനുശേഷം മാർക്കറ്റ് കൂളിംഗ് ടൈം കഴിയുമ്പോൾ ഇതിന്റെ സ്ട്രക്ചർ മാറിയേക്കാം. അപ്പോൾ പ്രീമിയം സെലക്ഷനും മാറും. ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. പ്രീമിയം സെലക്ഷൻ ആദ്യത്തെ 20-30 മിനിറ്റിലാണ് മാത്രമാണ് ഇതിൽ നിൽക്കുക. അതിനുശേഷം 1 അവർ വരെ ഈ പ്രീമിയത്തിൽ തന്നെ ട്രേഡ് വന്നു കഴിഞ്ഞാൽ നോക്കാം. അതിനുശേഷം പ്രീമിയം ഒരുപാട് മാറ്റം വന്നു കഴിഞ്ഞാൽ, ഇൻഡെക്സിൽ ഒരുപാട് മാറ്റം വന്നു കഴിഞ്ഞാൽ പ്രീമിയം നമ്മൾ മാറ്റി സെലക്ട് ചെയ്യേണ്ടി വരും. നാളെ ഇപ്പോൾ ഫെസ്റ്റിവൽ ഡേയും കൂടെ ആകുന്നതുകൊണ്ട് അതനുസരിച്ചുള്ള മൂവ്മെന്റ് ആയിരിക്കും. ഫസ്റ്റ് 1 അവറിൽ ഒരു മൂവ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് ട്രേഡ് ഒഴിവാക്കുന്നതായിരിക്കും പറ്റും. ഫസ്റ്റ് 1 അവറിൽ മൂവ്മെന്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഇന്നത്തെ അടിയൊക്കെ ഇത്രത്തോളം ഉണ്ട്. ഇപ്പോൾ ആദ്യത്തെ 1 അവർ തന്നെ ഇതിലൊരു എൻട്രി പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.